ഹലോ, എന്തൊക്കെയല്ല സുഖല്ലേ? ഇപ്പോൾ നമ്മളെന്നത് പണി ബെൽറ്റ് അടിക്കുന്ന പണിയിലാട്ടോ. ഒരു 1200 സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. 1200 സ്ക്വയർ ഫീറ്റുള്ള വീട് ബെൽറ്റ് അടി. അപ്പോൾ നമ്മൾ ഇന്നലെ കോൺക്രീറ്റ് ലിൻഡർ സൺസൈഡ് കോൺക്രീറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് സൈഡൊക്കെ പൊളിച്ച് ഇപ്പോൾ 9 മണിയാകുമ്പോൾ നമ്മളിവിടെ എത്തിന്. ബാക്കിയുള്ള 2 പണിക്കാർ സാധനം കയറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മളെ പരിപാടി ഇത് ഫുള്ള് അടിച്ച് തീർത്ത് കമ്പി കെട്ടി നാളെ കോൺക്രീറ്റ് ചെയ്യാനാണ് നമ്മളെ പരിപാടി. അപ്പോൾ നമ്മളെ പണിക്കായി ചില ആൾക്കാർക്ക് ഭയങ്കര ആത്മവിശ്വാസമായി, നമ്മളെക്കാളും കൂടുതൽ പ്രതീക്ഷ വിൽക്കുമെന്ന് തുടങ്ങി, പെട്ടെന്ന് തീർന്നു എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നതല്ല, പല ആൾക്കാരും നമ്മളോട് ചോദിക്കലുണ്ട്, ഈ ബെൽറ്റ് അടിക്കുന്നത് ബെൽറ്റ് അടിച്ചിട്ട് മണ്ണിട്ടാൽ പോരെ എന്ന ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ട്. ഒരു വീട് പണിയെടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. ഇനി അവനാൻ്റെ സ്വന്തം, ഞാൻ എൻ്റെ സ്വന്തം പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഈ മേഖലയിൽ പണിയെടുത്തോലായിട്ടും കാര്യമില്ല, എത്ര ഐഡിയ ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ സ്വന്തം പണിക്ക് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള പണികളെടുക്കുമ്പോൾ ഓൾക്ക് പല സംശയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മണ്ണിട്ട് കഴിഞ്ഞ് നമ്മൾ ബെൽറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഗ്രൗട്ടുകൾ എവിടേക്കും പോവില്ല, നമുക്ക് പണിയും കാര്യങ്ങളും എടുക്കാൻ നല്ല സുഖമാണ്. അതുപോലെ ഈ കല്ലുകൾ ഇളകിയില്ല, അതിൻ്റെ പ്രത്യേകത അതാണ്. മറ്റേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ പണിക്കാർ നടക്കുന്ന സമയത്ത് കല്ലിൻ്റെ മുകളിൽ കൂടെ പലയൊക്കെ ജോയിൻ ചെയ്ത് ആണിയൊക്കെ അടിക്കുന്ന സമയത്ത് എന്താവും, ഓട്ടോമാറ്റിക് ഇളക്കം കൊടുക്കും. ഇന്ന് ഇളക്കം കുടുങ്ങി അത് കെട്ടിമറിഞ്ഞ് പോകും, അങ്ങനത്തെ പ്രശ്നം. ഇതാകുമ്പോൾ ഉണ്ട് ഒരു പ്രശ്നമില്ല, ഉള്ള നല്ല വൃത്തിയിൽ കറക്റ്റായിട്ട് ഇവിടെ നിൽക്കും. ഇതിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കെട്ടിൻ്റെ മുകളിൽ കൂടെ കണ്ടോ, ഫുള്ള് കെട്ടിൻ്റെ മുകളിൽ കൂടെ ഫുള്ള് ഞാൻ ചാക്ക് ഇടിപ്പിച്ചതാണ്. ഫുള്ള് കവറോ ചാക്കോ പേപ്പറോ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഇട്ട് മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ മുകളിൽ എന്താ പോലെ മണ്ണും കാര്യങ്ങളൊന്നും ആയില്ല. ബെൽറ്റ് അടിക്കുമ്പോൾ ഇതിനുള്ളിൽ മണ്ണും കാര്യങ്ങളാകുമ്പോൾ പിന്നെ അതിലൊരു പിടുത്തം കിട്ടില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ ചാക്കോ എന്താ ഫുള്ള് എന്താ ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോയിടുക. ഇതിപ്പോൾ ഈ സൈഡ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്താൽ ചാക്ക് പെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ സെൻട്രിങ്ങിൻ്റെ പണി എടുക്കാനും വേണ്ടി ഫുള്ള് എടുത്താൽ ഒരു പ്രശ്നമില്ല, നല്ല വൃത്തി, നല്ല കണ്ടീഷൻ ആണോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ബെൽറ്റ് അടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, മണ്ണിടുന്ന സമയത്ത് നമുക്ക് ബെൽറ്റിനോടും കൂടുതലുള്ള മണ്ണ് എന്ത് ചെയ്യുക, ഒരു 6 ഇഞ്ച് 8 ഇഞ്ച് ആയിട്ടുള്ള മണ്ണ് യാസിട്ടല്ല. എന്നാൽ ഒറ്റടിക്ക് എന്താ JCBയും കാര്യങ്ങളും വിളിക്കുന്ന സമയത്ത് ഒറ്റടിക്ക് ആ പരിപാടിയായിട്ട് കഴിഞ്ഞിട്ടും. അതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വർക്ക്. ഇപ്പോൾ ഇതാണ് ബെൽറ്റ് അടിക്കാനുള്ള. അപ്പോൾ ഇൻഷാ അല്ലാ ഒരു 3-3:30 ഒക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഇതിൻ്റെ ഫുള്ള് പണി തീർക്കാനുള്ളൊരു കാഴ്ചപ്പാടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പുലിക്കുട്ടികൾ ലോഡ് ആയിട്ട് വന്ന് സാധനം ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ലിൻഡർ സൈറ്റൊക്കെ പൊളിച്ച് രാവിലെ തന്നെ വേഗം പോയി പൊളിച്ച് സാധനങ്ങളൊക്കെ വേഗം ലോഡും കയറ്റി 9 മണി സൈറ്റിലെത്തി വേഗം പരിപാടി എടുത്ത് തുടങ്ങിയാണ്. വേഗം തീർക്കാനുള്ള കാഴ്ചപ്പാടാണ്. ഇതൊക്കെ ശരിക്കും തലേന്നേ സാധനം കൊണ്ടുപോയിട്ട് നമ്മൾ പെട്ടെന്ന് രാവിലെ പരിപാടി തുടങ്ങാം. പിന്നെ എന്താ വെച്ചാൽ ലിൻഡർ ആയതുകൊണ്ട് ഇന്നലെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ പൊളിച്ച് കൊണ്ടുവരല്ലാണ്ട് രക്ഷമില്ലല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇന്ന് രാവിലെ തന്നെ പോയാണ്ട് പൊളിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം. പ്രശ്നമില്ല, നമുക്കെല്ലാവർക്കും മനസ്സിൽ പ്രതീക്ഷ ഉണ്ടായാൽ മതി. ഇത് തീർക്കാൻ കഴിയുള്ളൊരു പ്രതീക്ഷ ഉണ്ടായ ഒരു വിഷയമേ അല്ല. ഇപ്പോൾ സമയം കണ്ടോ, 9:45. ഇപ്പോൾ സാധനം ഇവിടെ സൈറ്റിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന ഈ സമയമാണ് 9:45. നമ്മളൊരു 9:15 ആകുമ്പോൾ ഞങ്ങൾ രണ്ടാൾ എന്ത് ചെയ്ത് ഇവിടെ വന്ന് കാട്ടി ഇതിൻ്റെ പുറത്തുള്ള ഇന്നലെ കൊണ്ടുപോയിട്ട് കുറഞ്ഞ പലയുണ്ട് അത് പുറത്തുകൂടെ അടിച്ചിന്. ഓക്കെ, അൽഹംദുലില്ലാ നമ്മൾ ഉദ്ദേശിച്ച മാതിരി നമ്മളെ പരിപാടികൾ നമ്മൾ തീർത്തിട്ടോ. കംപ്ലീറ്റ് പലക അടിച്ച് 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1300 സ്ക്വയർ ഫീറ്റ് നമ്മൾ 4 ആൾ വന്ന് പലകടിച്ച് കമ്പി കെട്ടി വലിവ് അടിക്കാണ്ട്, ബാക്കി ഉള്ളിൽ മണ്ണിടാനുണ്ട്. വലിവൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കിയിട്ട് ഉള്ളിൽ മണ്ണിടാണ്ട്. അത് നാളെ രാവിലെ ഒന്ന് കോൺക്രീറ്ററൊക്കെ വരുമ്പോൾ ഒന്ന് ഫുള്ള് റെഡിയാക്കിൻ്റെ മണ്ണൊക്കെ എന്ത് ചെയ്യും, കോൺക്രീറ്ററിട്ടോളും. അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ പണി തീർക്കാൻ. ഓക്കെ, പണി എടുക്കണ മതി നമ്മൾ പണിയെടുത്താണ്ടല്ലോ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ഇതേമാതിരി ഒരു ബെൽറ്റ് ഒരു ദിവസം കൊണ്ട് അടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കമൻറ്റ് കിട്ടി, ഒരു ദിവസം കൊണ്ട് അടിച്ച് തീരില്ലാന്നിട്ട്. കണ്ടോ, ഇത്രകൾക്കും ഇതാണ് നമ്മളെ പ്ലാന്. 1000 സ്ക്വയർ ഫീറ്റ് 1357 സ്ക്വയർ ഫീറ്റ് 1357 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1357 സ്ക്വയർ ഫീറ്റ് ഇത് ഏകദേശം 100-105 മീറ്ററോളം ഉണ്ടാവും. ഈ 105 മീറ്ററിലതാണ് നമ്മൾ എന്ത് ചെയ്ത് 4 ആൾ വന്നിങ്ങാട്ട് പല കടിച്ച് കമ്പിയിട്ട് തീർത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വിടുന്ന സമയത്ത് പല ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടാവും, അത് കഴിയില്ല, വെറുതെ തള്ളാന്ന്. ഒരു തള്ളലല്ല കേട്ടോ. അതൊക്കെ ചില സൈറ്റിലൊക്കെ എല്ലാവരും ചെയ്യുന്ന പണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ദേഷ്യം പിടിച്ചു പോകും. 2 ഹെൽപ്പർമാർ 2 മേസ്ത്രിമാർ ആ രീതിയിൽ പണിയെടുത്തിട്ട് എന്തായാലും 3-4 ദിവസത്തെ പണി ഉണ്ടാവും. അത് ഒരു മേസ്ത്രി തന്നെ സാധനം എടുത്ത് ഇത് ഫുള്ള് കാലിൻ്റെ ചോട്ടിലാണുള്ള സാധനം ഉണ്ടാകുക. ഇത് സാധനം ഫുള്ള് സാധനം എടുത്തുകൊണ്ടൊന്നും കാട്ടി അടിക്കാനുള്ള വകുപ്പേ ഉള്ളൂ.
രണ്ടാളാവശ്യമൊന്നുമില്ല. മേസിനെ സാധനം എടുത്തുകൊണ്ട് വരിക, അടിക്കുക, ബസ് ഷീള് കേസ്. ഫുള്ള് അയ്യായിട്ട് നമ്മൾ എടുക്കണ പണി ഇത്ര സ്പീഡിൽ എടുക്കേണ്ട വിചാരിച്ച് ഉടായ്പ പണികളൊന്നും ഉള്ള നല്ല വൃത്തി തന്നെ കണ്ടോ. കുമ്മായൊക്കെ ഇട്ട് സൈഡിൽ കണ്ടോ ഗ്രൗട്ട് പോകണ്ടൊക്കെ പുറംഭാഗം ഫുള്ള് കുമ്മായിട്ട് കംപ്ലീറ്റ് കുമ്മായിട്ട് വൃത്തി തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. അല്ലാണ്ട് പടുപണിയൊന്നും എടുക്കുന്നില്ല. ഫുള്ള് എല്ലാ ഭാഗത്തും പുറംഭാഗം കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും കുമ്മായിടും. പിന്നെ ചില ആൾക്കാർ ചില എൻജിനീയേഴ്സിനും ഇതിന് മുകളിൽ ബ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി, പക്ഷേ ബ്ലാസ്റ്ററിങ് ചെയ്യാണ്ട് ഇതാണ് ഏറ്റവും ബെറ്റർ. എന്നാൽ ഈ ഗ്രൗട്ടുകൾ ഫുള്ള് എന്ത് ഈ കല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയായിട്ട് ഉള്ള നല്ലൊരു പിടുത്തം ഉണ്ടാവും ഇതിന്. ഓക്കെ, അതേപോലെ തന്നെ ചില മേസ്ത്രിമാർ കാണാൻ ഇതിൻ്റെ അടിയിലൊന്നും കല്ല് സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ഏരിയത്തിൽ തന്നെ വേറെ സൈറ്റിലെ മേസ്ത്രിമാർ വരും. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇതിൻ്റെ അടിയിൽ കല്ല് വെക്കണമെന്ന് ചോദിച്ചിനി. പക്ഷേ പല ആൾക്കാരും പല രീതിയിലുള്ള പണികളാണ്. ഞാൻ പൊതുവേ അടിയിൽ കല്ല് വെച്ചിട്ടാണ് ചെയ്യൽ. അടിയിൽ കല്ല് വെച്ചിട്ട് എന്താ വെച്ചാൽ തള്ളാൻ മാത്രമല്ല, നമ്മൾ മുകളിൽ സപ്പോർട്ട് അടിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ഉള്ളോട്ടേക്ക് ഇങ്ങോട്ട് മറിഞ്ഞ് നിൽക്കില്ല. അത് കറക്റ്റ് സ്റ്റഡി തന്നെ നിൽക്കും. അതിനെ ഫുൾ നമ്മൾ കല്ലും കാര്യങ്ങളും ഫുള്ള് സപ്പോർട്ട് ചെയ്യും. നമുക്ക് കുറഞ്ഞ സമയം പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നാളെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് കല്ലുകൊണ്ട് ചാരിക. ഈ കല്ലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ചാരാൻ എത്ര റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് നേരം വൈകിയാലും വേണ്ടി എല്ലാം വൃത്തിയിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാണ്. ഇത് നമ്മളെ അരിയാണ്, എന്നും വേണ്ടി നമ്മളെ നിലനിൽപ്പാണ്, ഡെയിലി വേണ്ടിയതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതുള്ള കറക്റ്റ് വൃത്തി ചെയ്താൽ അൽഹംദുലില്ലാ എന്താവും, നമുക്ക് നിലനിൽപ്പുണ്ടാവും. നമ്മൾ പണി അന്വേഷിച്ച് എവിടേക്കും പോകേണ്ടി വരില്ല. നമ്മളിൽ തന്നെ ആൾക്കാർ നമ്മളെവിടെയാണുള്ളത് അവിടെ എത്തും. അതാണ് അതിൻ്റെ പോയിൻറ്റ്. ഓക്കെ, ഇപ്പോൾ നാളെ രാവിലെ തന്നെ പണിക്കാർ വന്ന് ഇതിൻ്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ആളാണ്. ഈ ഒരു കെട്ടിൻ്റെ മുകളിലും കോൺക്രീറ്റ് ആളാണ്. അപ്പോൾ ഇത് പലയിട്ട് നാളെ 2 പണിക്കാർ അവിടെ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം പലയടിച്ച് കമ്പിട്ടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ബെൽറ്റ് നമ്മൾ കോൺക്രീറ്റ് കഴിയാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അൽഹംദുലില്ലാ 100 പ്രാവശ്യം നമ്മൾ പറയാം. നമ്മൾ പണിക്കാരൊക്കെ ജുനൈദ് മോൻ തുണി ഒന്നും തിരിക്കുക. എന്താണ് ഈ ഉണ്ടോ അഡ്ഡാറ്, നമ്മളെ കുണ്ടന്മാരാ ഒരു ഉഡായ്പും നടക്കൂല. മിയാ പണിക്കാരാണ്. അൽഹംദുലില്ലാ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ നമ്മൾ കാണാം. പൊന്നാര മച്ചന്മാർ, അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മളെ കഥകൾ. അപ്പോൾ നമ്മൾ നാളെ ഇവിടെ യൂസ് ചെയ്യാനുള്ള സിമെൻറ്റ് വരെ സൈറ്റിൽ ഇറക്കി കഴിഞ്ഞ് ഇനി നമ്മളിന്ന് നാളെ ഇൻഷാ അല്ലാഹ് കോൺക്രീറ്റ് എടുത്ത് തുടങ്ങിയാൽ മതി. ഇപ്പം എന്താ വെച്ചാൽ പണിക്കാരെ കിട്ടാൻ ലേശൊരു പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ തന്നെ നമ്മൾ ആദ്യം വിളിച്ച് കഴിഞ്ഞാൽ പണിക്കാരെ ഉറപ്പിന്. ഇപ്പം നേരം വെളുത്ത് കഴിഞ്ഞാൽ പണിക്കാരെ ഉറപ്പല്ല ക്ലിയർ നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ സ്ഥിതി. കാരണം പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പണിക്കാർ കുറവാണ്. നേരം വെളുക്കുമ്പോൾ ആരെ വരാത്തെന്ന് അറിയില്ലേ. ആ ഒരു ചെറിയ പ്രയാസമുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ സിമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കി. നമ്മളിവിടെ ഇറക്കിയ സിമെൻറ്റ് ACC സിമെൻറ്റാണ്, ACC സുരക്ഷ. അപ്പോൾ ഇതുകൊണ്ടാണ് നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനേക്കാളും 10, 20, 30 രൂപ കുറഞ്ഞ സിമെൻറ്റുകളുണ്ട്. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? സിമെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയം നല്ല സിമെൻറ്റ് തന്നെ ആയിക്കോട്ടെ. ഇതിനേറി പോയിൻ്റെത് മൊത്തം സിമെൻറ്റ് ഒരു 2000 രൂപയുടെ പുറക്കെ ക്ലയൻറ്റിനില്ല ലാഭം ഉണ്ടാവുമായിരിക്കും. ആ ഒരു ലാഭം പിന്നീട് നഷ്ടമാവും. അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. സിമെൻറ്റ് നല്ല ACC മലബാർ അൾട്ര അങ്ങനത്തെ ഒക്കെ വെച്ച് യൂസ് ചെയ്താൽ നമ്മളെ പണിക്കൊരു വൃത്തിയാണ്, എല്ലാത്തിനും ഒരു വൃത്തിയാണ്. അതതിൻ്റെ പ്രത്യേകത. ബാക്കിയുള്ള സിമെൻറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമ്മൾ ചെയ്ത് വരുന്ന ഓരോ ഏരിയയിൽ ഓരോ സിമെൻറ്റാണ്. ഞാൻ ഇത്രേ കാലം ചെയ്തു പോകുന്ന എൻ്റെ മനസ്സിൽ തൃപ്തിയും വൃത്തിയും വരുന്നൊരു സിമെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 സിമെൻറ്റാണ്. ACC മലബാർ അൾട്രാടെക്. അത് സീസൺ വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കഥ. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോ നമ്മൾ നാളെ കാണാം. ഓക്കെ, ബൈ.